യാത്രകളെ ഹൃദയത്തോട് ചേർക്കുന്ന ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളുമാണല്ലേ. അനുഭവങ്ങളുടെ വൈവിധ്യമാണ് ഓരോ യാത്രയും നമുക്കായി ബാക്കി വയ്ക്കുന്നത്. പലപ്പോഴും എൻ്റെ യാത്രകളിൽ ഒരു നിയോഗം പോലെ അവിചാരിതമായാണ് ഞാൻ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എത്താറുള്ളത്. പക്ഷേ ഇന്ന് എൻ്റെ യാത്ര കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിനടുത്ത് നീലിയാർ കോട്ടത്തിലെ ഭഗവതിയെ തേടിയാണ്. യക്ഷിക്കഥകൾക്കും അപ്പുറം ചരിത്രവും വിശ്വാസവും ഇടകലർന്ന മറ്റൊരു ഐതിഹ്യമാണ് ഞാനിവിടെ പറയുന്നത്. നീലി എന്ന പേര് യക്ഷിക്കഥകളിലുള്ളതുകൊണ്ട് ഉച്ചനീചത്വത്തിൻ്റെ കഥകൾക്കുള്ള പ്രചാരം കൊണ്ടും കൂടുതൽ പ്രചരിച്ചത് യക്ഷിക്കഥയാണ്. നീലിയുടെ കഥയ്ക്ക് പഴശ്ശീഭരണത്തോളം പഴക്കമുണ്ട്. പടയോട്ടക്കാലത്ത് മനുഷ്യബലി നൽകുന്ന ചരിത്രത്തിനും ഇതിൽ പങ്കുണ്ട്. കാളിക്കു മുന്നിൽ രക്തവും മാംസവും ചിതറിയ പടയോട്ടക്കാലത്തിന് അന്ത്യം വന്നത് ബ്രിട്ടീഷ് ഭരണത്തോടുകൂടിയാണ്. അതോടെ മനുഷ്യബലി നിരോധിക്കപ്പെട്ടു. രക്തവും മാംസവും ഇല്ലാതായ കാലത്ത് കാളിദേവി കോപാകുലിയായി. തുടർന്ന് വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന നിലയിലേക്കെത്തി. സമീപത്തെ വൈകുണ്ഠക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ വരുന്നവരെയെല്ലാം ആക്രമിക്കുന്നത് സ്ഥിരമായി. കുളിക്കാൻ വരുന്നവർക്ക് മുന്നിൽ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട് എണ്ണയും താളിയും നൽകി വശീകരിക്കും. ഒടുവിൽ അവരെ കൊന്ന് രക്തം പാനം ചെയ്യും. ആ ഇടയ്ക്കാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളകെട്ട് ഇല്ലത്തെ തന്ത്രി അതുവഴി വന്നത്. സന്ധ്യാവന്ദനത്തിന് കുളത്തിലേക്ക് തന്ത്രി ഇറങ്ങി. വേഷം മാറിയ കാളി പതിവ് പോലെ താളിയും എണ്ണയുമായി തന്ത്രിയെ സമീപിച്ചു. കഥകളറിയാവുന്ന തന്ത്രി കാര്യം തിരിച്ചറിഞ്ഞു. എണ്ണയും താളിയും കൈനീട്ടി വാങ്ങി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ തന്നത് എനിക്ക് അമൃതാണ് എന്ന്. അത് പറഞ്ഞ് അദ്ദേഹം അത് കുടിച്ചു. അമ്മ എന്ന വിളിയിൽ ദേവി സംപ്രീതയായി. ഉള്ളിലെ സംഹാരഭാവം മാതൃത്വത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മാറി. തന്ത്രിയെ അനുഗ്രഹിച്ച ദേവി പറഞ്ഞു, നിന്റെ യാത്രയിൽ ഇനി ഞാനുമുണ്ട്. ഏറെ പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രീഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട്. അവിടെ ഞാൻ ഇരിക്കാം. അങ്ങനെ ദേവിയെ നമസ്കരിച്ച തന്ത്രി വേഗം തന്നെ യാത്രയ്ക്കൊരുങ്ങി. ഉടൻ തന്നെ മുന്നിലൊരു ത്രിശൂലം പ്രത്യക്ഷപ്പെട്ടു. ദേവീ ചൈതന്യമുള്ള ആ ശൂലം തന്ത്രിക്ക് മുന്നിൽ നിന്ന് ചലിക്കാൻ തുടങ്ങി. തന്ത്രി ശൂലവും കയ്യിലേന്തി പടിഞ്ഞാറോട്ടു നടന്നു. ഒടുവിൽ ഇന്നത്തെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിയത്. ദീർഘയാത്രയായതിനാൽ തന്ത്രി അല്പസമയം വിശ്രമിക്കാനിരുന്നു. പിന്നീട് പോകാനൊരുങ്ങിയപ്പോഴാണ് ത്രിശൂലം മണ്ണിൽ ഉറച്ചതായി മനസ്സിലായത്. ശൂലം എടുക്കാനാവുന്നില്ലെന്ന് മനസ്സിലായ തന്ത്രി സംശയദൃഷ്ടിയോടെ ചുറ്റുപാടും പരിശോധിച്ചു. ഒടുവിൽ കാട്ടിൽ അല്പം അകലെയായി ഒരു നരിമട കണ്ടെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഒരു പശു പ്രസവിച്ച് അതിൻ്റെ കിടാവിനോടൊപ്പം കഴിയുന്നത് കണ്ട തന്ത്രി ദേവിയുടെ അരുളപ്പാടോർത്തു. ഈ പ്രദേശത്തിന് ഇത്രയും ദിവ്യത്വം കൈവന്നത് മുൻപ് അവിടെ താമസിച്ചൊരു യോഗീശ്വരൻ കാരണമാണെന്ന് തന്ത്രി മനസ്സിലാക്കി. ശ്രീചക്രോപാസകനായ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പുണ്യവും യോഗശക്തിയും കാരണം ഈ കാടിന് ഒരു ദിവ്യ തേജസ്സുണ്ടെന്ന് തിരിച്ചറിഞ്ഞ തന്ത്രി ത്രിശൂലം ഉറച്ചുപോയിടത്ത് പൂജയും കർമ്മങ്ങളും നടത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ നടത്തിയ ഇടവും നരിമടയും ഒരേ നേർരേഖയിലാണ്. ഈ കാടിൻ്റെ വിശുദ്ധിയും ഭംഗിയും ഒട്ടും ചോരാതെ നിൽക്കാൻ കാരണം ഇത്ര മനോഹരമായ ഒരു ഐതിഹ്യം തന്നെയാണ്. മരങ്ങളും ചെടികളും കിളികളും ഒട്ടനേകം മറ്റു ജീവജാലങ്ങളും തിങ്ങി നിറഞ്ഞ ഈ കാടിൻ്റെ പച്ചിലക്കാടിൻ്റെ അമ്മയായ ദേവിയെ പച്ചിലക്കാട്ടിലച്ചി എന്നും വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ ആരാധനാ സ്ഥലത്തിന് മേൽക്കൂരയില്ല എന്നതാണ് പ്രത്യേകത. നീലിയാർ ഭഗവതിയുടെ തെയ്യം ഒറ്റത്തിറ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു കാവുകളിൽ തെയ്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുമ്പോൾ നീലിയാർ കോട്ടത്ത് ഭക്തർ നേർച്ച നടത്തുമ്പോഴൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും തെയ്യം കെട്ടുന്നുണ്ട്. കടും ചുവപ്പ് വസ്ത്രങ്ങളും 20 അടി ഉയരമുള്ള മുള കൊണ്ടുണ്ടാക്കിയ മുടിയും കാൽച്ചിലമ്പുകൾ ഉൾപ്പെടെ പരമ്പരാഗത തെയ്യം ആഭരണങ്ങളാണ് നീലിയാർ ഭഗവതിയുടെ വേഷം.
വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണ് കേട്ടോ. മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഫലം നൽകുന്ന ദേവിയാണ് ഈ കൊടുങ്കാട്ടിനുള്ളിൽ കുടികൊള്ളുന്നത്. കൊടും വനത്തിന് നടുവിൽ ശാന്തയായി ഇരിക്കുന്ന ദേവിയെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെയാണ് ദേവി ചൈതന്യം കുടികൊള്ളുന്നത്. ഇതിന് ചുറ്റും കൊടും വനമാണ്. നടക്കുന്ന വഴിയും നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? കൊടും വനത്തിലൂടെ വളരെയധികം നിശബ്ദതയിലൂടെ ഈ ദേവിയെ കാണാൻ ഞാനും എത്തി. ഞാനും പ്രാർത്ഥിച്ചു. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. സീ യു.